ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മലബാർ സ്പെഷ്യൽ ഉപ്പിലിട്ടതുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഉപ്പിലിട്ടത്. അതിനായി നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള മുളകാണിത്. നമ്മൾ ഉപ്പിലിടാനായിട്ട് പൈനാപ്പിളും നെല്ലിക്കയും ആപ്പിളും കക്കരിക്കയും പിന്നെ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത പച്ചമുളകും ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. ഒരു പൈനാപ്പിൾ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് കൂടി ചെത്തിയെടുക്കാം. ഇനി നമുക്ക് കക്കരി ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. കടകളിലൊക്കെ ഉപ്പിലിട്ടത് നിരത്തി വെച്ചത് കാണുമ്പോൾ വായിൽ വെള്ളം ഊറാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ക്യാരറ്റ് കൂടെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കക്കരിയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രൂട്ട്സ് എല്ലാം റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കണേ. പൈനാപ്പിൾ കുറച്ചൊരു കട്ടിയിൽ കട്ട് ചെയ്തെടുക്കണം, നൈസാക്കി. ഇനി നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. നമ്മൾ ക്യാരറ്റ് നീളത്തിലാണ് കട്ട് ചെയ്യണത്. മുളക് നമുക്ക് കത്തി വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാം. എന്നാലും ഉപ്പിലിട്ടതിലേക്ക് അതിൻ്റെ എരിവ് അങ്ങ് പിടിക്കുള്ളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഉപ്പിലിട്ടതിലെ മുളക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നെല്ലിക്ക അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെല്ലിക്ക നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഉപ്പിലിടുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ അതിൽ പൂപ്പിൽ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഭരണികളൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് കഴുകി ഉണക്കിയെടുത്ത ഭരണിയിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഇടാൻ പാർമോളം വന്നിട്ടുണ്ട്. അവൾക്ക് ഉപ്പിലിടാനൊരു ആഗ്രഹം. അവളാണ് ഇതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കതിലേക്ക് പൈനാപ്പിളും കക്കരിക്കും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മിക്സഡാക്കി ഉപ്പിലിട്ടതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അരിഞ്ഞെടുത്തത് മുഴുവനായിട്ട് ഇതിൽ കൊള്ളുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കീറിയെടുത്ത മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിലിട്ടതിലേക്ക് ആ മുളകിൻ്റെ ആ എരിവും കൂടി അങ്ങോട്ട് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഉപ്പിലിടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തയ്യാറാക്കാം. അതിനായി വെള്ളമെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ചെറിയൊരു ചൂടോട് കൂടി വേണം നമ്മൾ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഭരണി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതാ നമ്മൾ അടുത്ത ദിവസം ഉപ്പിലിട്ടത് എടുത്തതാണ്. പൈനാപ്പിളും ആപ്പിളും കക്കരിയുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ച് സെറ്റാവും. നെല്ലിക്ക ഒന്ന് റെഡി ആയിട്ട് വരണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും എടുക്കും.
പിന്നെ നെല്ലിക്ക ആവി കയറ്റി ഉപ്പിലിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. അങ്ങനെ ഉപ്പിലിടുമ്പോൾ നെല്ലിക്ക വല്ലാണ്ടങ്ങ് സോഫ്റ്റായി പോകും. അതിവിടെ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. ഉപ്പിലിട്ടത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. ആരൊക്കെ ഇങ്ങനെ കൊതിയോടെ നിൽക്കുകയാണ് കഴിക്കാനായിട്ട്. ഞാനും ഒട്ടും മോശമല്ല. മുളകൊക്കെ ഉണ്ടാവും, എല്ലാം ഉപ്പ് പിടിച്ച് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മിക്സഡായിട്ട് ഉപ്പിലിട്ട് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.